ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എവിഎം വ്ലോഗ്. ഞാനിന്ന് സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് നാലുമണിക്കാറ്റ്. ഇത് നല്ല സ്ഥലമാണ്. അവിടെ പോയിട്ട് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാം. അതൊരു അടിപൊളി സ്ഥലമായത് കൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് കുറേ പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട്. നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്ഥലം നല്ല ഇഷ്ടമായിരിക്കും. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടതാണ്. കുറേ കാറും ഇങ്ങനെ വരുന്നുണ്ടപ്പോൾ വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ. ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മഴ വരുന്നു, പക്ഷെ മഴ പെയ്തില്ല കേട്ടോ. ഞങ്ങളെ പോലെയുള്ളവർക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെടും. ഞങ്ങൾക്കിത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നല്ല ഇഷ്ടം. ആൾക്കാർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ടെൻഷനൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് കേട്ടത്. ഈ പുഴ പോലത്തെ ഒരു പുഴയിലാണ് ഞങ്ങൾ നാലുമണിക്കാറ്റിൽ കയാക്കിങ് ഒക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ ടിക്കറ്റ് എന്നത് 20 രൂപ. അതുപോലെ കയാക്കിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പെഡൽ ബോട്ടിന് 50 രൂപ. അതുപോലെ വഞ്ചിക്ക് 100 രൂപ. വഞ്ചിക്കിന് കുറേ യാത്ര ചെയ്യും, അതുകൊണ്ട് 100 രൂപ. ഈവനിങ് 6 മണി ടൈമിലാവുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ 50 രൂപയ്ക്കാണ് വഞ്ചിക്ക്. നമ്മൾ പെഡൽ ബോട്ട് എത്ര ദൂരമാണ് പോണേ അവിടെ വരെ നമുക്ക് വഞ്ചിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം 6 മണിക്ക് മുന്നേ വഞ്ചി എടുക്കുകയാണെങ്കിൽ ഫുൾ റൗണ്ട് അടിച്ചിട്ട് വരാം അങ്ങനെ. പിന്നെ ഇവിടെ അപ്പുറത്തെ സൈഡിൽ പാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടെ ഈ സൈഡിലായിട്ടാണ് ഈ കയാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വെള്ളം കിട്ടുന്നിടത്തെ സ്ഥലത്ത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കുള്ള കയാക്കിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒറ്റ ആൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ കോർണറിലായിട്ടാണ് പെഡൽ ബോട്ടിൻ്റെ സംഭവം. ഇത് കൂടെ കയറിയിട്ട് അവിടെ ഇറങ്ങിയ നമുക്ക് പാർക്കായി അവിടെ പാർക്കി കളിക്കാം. കുട്ടികളുടെ കയാക്കിങ് ഈ സൈഡിൽ അവിടെ പാർക്കുണ്ട് അങ്ങനെ. ഇത് കൂടെയാണ് വഞ്ചി പോവുക. പെഡൽ ബോട്ടും ഇത് കൂടെ തന്നെയാണ് പോവുക. ഞാൻ പറഞ്ഞ കുട്ടികളുടെ കയാക്കിങ് ചെയ്യുന്ന സ്ഥലം. പാർക്കിൻ്റെ സ്ഥലത്ത് ഞാൻ കളിക്കണം. അപ്പം എനിക്ക് അച്ഛനൊരു കപ്പലണ്ടി മേടിച്ചു. അപ്പം അതും തിന്നിരിക്കാം കേട്ടോ ഞാൻ. അവൻ്റെ കളി കാണാം. അവനെ മങ്കിബാലിൽ തൂങ്ങാൻ പഠിപ്പിച്ചു ചേർത്തതാണ്. നല്ലോണം തൂങ്ങുന്നുണ്ട്.
ഇനി കഴി കഴിച്ചപ്പോൾ ഞാൻ അവനെടുത്ത് ഇറക്കി. ഇനി ഞാനാണ് കയറാൻ പോണേ. ഞാൻ കുറെ തൂങ്ങിട്ടോ. അവിടെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ കൈ സ്ലിപ്പായിട്ട് ഞാൻ വീണു. മീക്കു വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു അരയണത്തിനാണ്. ഈ അരയണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പാവാന്ന്. ഞാൻ അതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോയിട്ടോ. അമ്മ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അത് അമ്മേനെ കൊത്താൻ വന്നിട്ട. ഒരു അങ്കിള് വന്ന് അതിനെ ഒടിപ്പിച്ച് വിട്ടു. ഇതൊരു ടേൺ കഴിഞ്ഞ് വന്ന വഞ്ചിക്കാരാണ്. 6 മണിയായപ്പോൾ അവർ കൈ സ്ഥലം പോകാൻ പറ്റില്ല. അപ്പോൾ ഈ റൗണ്ട് ചുറ്റി വന്നു. ഇനി അടുത്ത് ഞങ്ങളാണ് പോണേ. 5 ലൈഫ് ജാക്കറ്റൊക്കെ ഇടുന്നുണ്ട്. മഞ്ചിപ്പോൾ നല്ല രസമുണ്ട്. ഞാനവന് മഞ്ചി ആസ്വദിച്ചിരിക്കാട്ടോ. ഏറ്റത്തൊരു തൂമ്പ് കണ്ടിട്ട് ഇപ്പോഴത്തെ ഒരു വഞ്ചിയിൽ പോകുമ്പോൾ കലാമണിയുടെ പാട്ടിൽ കലാമണി ഇങ്ങനെ അതിൽ കിടന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഞാൻ അവനത് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ. ഇതിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഓരോ ജീവികളാണ് കേട്ടോ. തത്തമ്മയുണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. കളിക്കാൻ സ്റ്റേജിൽ കയറി എന്നെ ഇപ്പോൾ ഒരു കുഞ്ഞിയെ കുറ്റും ആ കുഞ്ഞുട്ടിയുടെ അനിയനും കൂടി എന്നിട്ട് ഡാൻസ് കളിക്കാൻ.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാകും, അതൊക്കെ ക്ഷമിച്ചിട്ട് അടുത്തൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.